എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരുങ്കള്ളനാണ്. നോമിനേഷൻ കഴിഞ്ഞിട്ടും ബിഗ് ബോസ് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേണു സുധി ഇങ്ങനെ പതിയെ തലവേദനയാന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നു. ഒരു മാറ്റവും ഇല്ലല്ലോ. സ്ത്രീ എന്ന് പറയുന്ന വർഗം എങ്ങനെയാ ജയിക്കാൻ വേണ്ടി സ്വന്തം കുറ്റങ്ങൾ പോലും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കും. ബിഗ് ബോസ് അവിടെ നിന്ന് എല്ലാവരോടും പൊയ്ക്കോളാൻ പറഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ കണ്ടിട്ട് നമ്മുടെ അഭിലാഷ് വന്ന് ഓരോരുത്തരടുത്തായിട്ട് പറയാൻ തുടങ്ങി, അല്ല ഇപ്പൊ അവർക്ക് തലവേദന ഇല്ലേ? തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആ പേരും പറഞ്ഞു, നിനക്ക് തലവേദന ഇല്ല, നീ കള്ളം പറഞ്ഞതാണ്, നീ അഭിനയിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അഭിലാഷ് കയറി റൈസ് ആവുന്നു. അപ്പാനിയൊക്കെ ഒന്ന് ദേഷ്യപ്പെടുന്നെങ്കിലും കൂടുതൽ റൈസ് ആയത് അഭിലാഷാണ്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന വരികയും സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന മാറിപ്പോണം എങ്ങനെയെന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചോളൂ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇതിന്റെ ഇടയിൽ ക്യാപ്റ്റനെ എന്നുള്ള നിലയിൽ അനീഷ് വരുന്നു. അനീഷും അഭിലാഷും തമ്മിൽ ഫൈറ്റ് ആവുന്നു. പെട്ടെന്നൊരു ഭാഗത്ത് നിന്ന് വടിവാളും കത്തിയൊക്കെ ആയിട്ട് അട്ടഹസിച്ചുണ്ട് കുറെ പേര്, എതിർവശത്തുനിന്ന് വേറൊരു സംഘം. ക്യാപ്റ്റൻ അടുത്ത് നിൽക്കുമ്പോഴാണ് തനിക്ക് തലവേദന എന്ന് പറഞ്ഞത് എന്നും ക്യാപ്റ്റൻ ഒരു വാക്ക് പോലും തന്നോട് അത് ചോദിച്ചില്ല എന്നും ഷാനവാസും പറയുന്നുണ്ട്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? അതായത് രേണു സുധിയുടെ തലവേദന ജെന്യൂനായിട്ട് അനീഷിന് തോന്നുകയും ഷാനവാസിന്റേത് അങ്ങനെ അല്ല എന്ന് തോന്നുകയും ചെയ്യുന്നത് ശരിയല്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവന്റെ മോതണ്ടല്ലേ, ആ ഉത്തരവാദിത്തം ഗെയിമർ എന്നതിനപ്പുറം ചെയ്യാനുള്ള ഒരു ധാർമ്മികത അനീഷ് കാണിക്കേണ്ടത് തന്നെയാണ്. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി.